ആ വന്നല്ലോ നമ്മുടെ ഗതാഗതം. ഇപ്പൊ ഗതാഗതം തടസ്സപ്പെടുത്തരുത്, ഒക്കെ ഒന്ന് മാറുന്നുണ്ട്, ചോദ്യങ്ങളൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. സ്ത്രീ സമത്വത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APL-ഓ BPL-ഓ ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഇതിന് പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ സ്ത്രീകൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ആരുമില്ലേ? അപ്പൊ ഇവരൊക്കെ എവിടെ പോയി? അങ്ങനെയല്ലല്ലോ ഷാജി പറഞ്ഞത്. ബാക്കി തുടർന്ന് കേൾക്കാം. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അപ്പൊ സ്ത്രീകൾക്ക് ഇനി സ്വന്തം വീട്ടിലേക്ക് ഓടി ചെല്ലുന്ന മാതിരി KSRTC കയറി ചെല്ലാം. യാതൊരുവിധ തടസ്സങ്ങളുമില്ല, പ്രശ്നങ്ങളുമില്ല, എല്ലാം ഫ്രീ ആണ് എന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത്. ആണോ അല്ലേ സാറേ? അങ്ങനെയല്ലല്ലോ ഷാജി മുമ്പ് പറഞ്ഞത്. മാറ്റി വേറെ എന്താ തരത്തിലാണല്ലോ പറഞ്ഞത്. നമുക്ക് അതും കൂടി കേട്ടാ. നേരത്തെ ഇന്നലെ പറഞ്ഞത് വേറെയാണ്, ഇന്നിപ്പോ ഇങ്ങനെ പറയുന്നു. ഇന്നലെ പറഞ്ഞില്ലല്ലോ, നമുക്ക് അത് കേൾക്കാലോ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. അതെന്തിനാ സാറേ അച്ഛനെയും കൊണ്ട് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നത്? കാശുള്ള സ്ത്രീകൾ വരെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നത്. എന്തൊരു ഗതികേട് അല്ലേ? ന്യായീകരിക്കും. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. എന്റെ സാറേ, സ്വന്തം മക്കളെ എവിടെ വിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് അത് അവരുടെ ഇഷ്ടം തന്നെയാണ്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ സർക്കാർ ആശുപത്രിയിൽ LDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് സർക്കാർ ആശുപത്രിയിലൊക്കെ നല്ല രീതിയിലുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത്. നല്ല ചികിത്സ അവിടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. മുൻപൊക്കെ സർക്കാർ ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടുന്നതുകൊണ്ടാണ് പ്രൈവറ്റുകളിൽ ചിലർ പോകാതെ സർക്കാർ ആശുപത്രി പോകുന്നത്. നല്ല ചികിത്സ കിട്ടുമ്പോൾ പണവും ലാഭിക്കാമല്ലോ. ഇതിനൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാമോ? അപ്പൊ നമ്മുടെ CP ജോൺ മന്ത്രി ഇന്നലെ പറയുന്നു, സ്ത്രീകള് KSRTC യാത്ര ചെയ്യുന്നത്, അതായത് ഒരു ഉളുപ്പുമില്ലാതെ ഫ്രീ ആയി യാത്ര ചെയ്യുന്നു സ്ത്രീകൾ, അതായത് നല്ല പൈസയുള്ളവരും എല്ലാവരും ഫ്രീ ആയി യാത്ര ചെയ്യുന്നു, ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ പറഞ്ഞാണ്. നേരം വെക്കുമ്പോഴേക്കും ആളിന്റെ ബുദ്ധി മാറി. ഇപ്പൊ ആൾ മാറ്റി പറയുന്നു, സ്ത്രീകൾ മഹിളാരത്നങ്ങളാണ്, ഇനി എല്ലാവരും KSRTC ഫ്രീ ആയി യാത്ര ചെയ്യുക, അതിൽ യാതൊരു തടസ്സമില്ല, കാർ അടിസ്ഥാനത്തിലല്ല, എല്ലാവർക്കും യാത്ര ചെയ്യാമെന്ന്. ഒറ്റ രാത്രി കൊണ്ട് ബോധം വന്നു അല്ലേ സാറേ? ജനങ്ങളെ മൊത്തത്തിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ബോധോദയുണ്ടായി. എവിടെ നിന്നുണ്ടായി ഈ വെളിപാട്? KSRTC യാത്ര സൗജന്യം വേണമെന്ന് സ്ത്രീകൾ ആരെങ്കിലും ചോദിച്ചോ? ഈ ജനങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ വോട്ടിന് വേണ്ടി, വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സൗജന്യമായി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ ഒരു വീണ്ടും നിങ്ങൾക്ക് വോട്ട് ചെയ്തു, നിങ്ങൾ ജയിപ്പിച്ചു. ഇപ്പൊ KSRTC നഷ്ടരാണെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ആളുകളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ഇത്തരത്തിൽ സ്ത്രീകളെ ഒന്ന് അവമാനിച്ചാൽ കുറച്ച് പേര് പിൻപേരി പോയാൽ പിന്നെ അത് നിന്നുപോകും. അപ്പൊ നിങ്ങൾക്ക് പദ്ധതി ഇല്ലാതാക്കാലോ, സ്ത്രീകൾ വരാതെയാണെന്ന്. നല്ലൊരു ഐഡിയ ആയിരുന്നു, പക്ഷെ പണിപാടി. ഈ CP ജോൺ മന്ത്രി നാണം കെട്ട് നാറി ജനങ്ങളോടും സ്ത്രീകളോടും വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ തെറ്റാണ്, എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ ബോധോദയം വന്നു എന്നുള്ളതാണ്. അപ്പോ ഭരണം കിട്ടാൻ വേണ്ടി എന്തും പറയാം. ഒരു നിലപാടില്ല അവർക്ക് ആർക്കും തന്നെ. അതായത് ഭയങ്കര നിലപാടുകളുള്ള രാജാക്കന്മാരാണ് എല്ലാവരും.